എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഒരു തൊഴിലവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ മാസം 26-ാം തീയതി, അതായത് ഈ ആഴ്ചയിൽ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു വേക്കൻസിയാണ്. മികച്ച വേക്കൻസിയാണ്. ആ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജോലി ആവശ്യമുള്ളവരിലേക്ക്, അന്വേഷിക്കുന്നവരിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയെക്കുറിച്ച്. സൗദി അറേബ്യയിലേക്ക്, മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നമ്മൾ ഇതിന് മുന്നേയും ഈ ഒരു ജോലിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈ വരുന്ന 26-ാം തീയതിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് 100-ൽ അധികം ആളുകളെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ GCC ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതി വെറുതെ അങ്ങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പയർഡ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മറ്റു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ബേസിക്കായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഊബറോ മറ്റേതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. എന്നാൽ ഇനി അഥവാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ CV-യിൽ, റെസ്യൂമിൽ നിങ്ങൾ 3 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. കാണിക്കാതെ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ പൈസ പോവും. അതായത് നിങ്ങൾ ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ വരണമെങ്കിൽ എന്തായാലും പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ ഡീസൽ അടിക്കണം, അല്ലെങ്കിൽ ബസ്സിൽ വരുമ്പോൾ ടിക്കറ്റിന് പൈസ കൊടുക്കണം. ആ ഒരു പൈസയും പോവും, നിങ്ങളുടെ സമയവും നഷ്ടമായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾ CV-യിൽ കാണിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ സ്കില്ല് കാര്യങ്ങളെല്ലാം കൊടുക്കണം. വെറുതെ ഒന്ന് CV ഉണ്ടാക്കിയാൽ പോരാ, ഒരു പ്രൊഫഷണൽ CV തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ CV ഇല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്കൊരു മികച്ച CV ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ കയ്യിൽ GCC അല്ലെങ്കിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് വേണം. അതില്ലെങ്കിൽ പോലും നിങ്ങൾ CV-യിൽ, റെസ്യൂമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കണം. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. ആഴ്ചയിൽ 6 ദിവസം മാത്രമേ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ. വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വിസ 2 വർഷത്തെ കോൺട്രാക്ട് വിസയാണ്. റിന്യൂവൽ ചെയ്യാവുന്നതാണ്. റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ 42 ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം വേണ്ടത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യം ബേസിക് രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. തീരെ അറിയാത്തവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല. അതേപോലെ തന്നെ മുസ്ലിം കാൻഡിഡേറ്റ്സ് തന്നെ ആയിരിക്കണം. മക്കയിലേക്കാണ് ഈ ഒരു വേക്കൻസി. അതുകൊണ്ട് തന്നെ മുസ്ലിംസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്. ഇനി നമുക്ക് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മികച്ച സാലറിയും കമ്മീഷനും ഉണ്ടായിരിക്കും. മികച്ച രീതിയിൽ കമ്മീഷനും ഉണ്ടായിരിക്കും. കമ്മീഷൻ വഴി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുക. അതായത് നിങ്ങൾക്കൊരു മാസം മിനിമം 2800 സൗദി റിയാൽ മുതൽ 4600 സൗദി റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ. ഓക്കെ, ഇത് സാലറി പ്ലസ് കമ്മീഷനാണ്. രണ്ടും കൂടെ ഒരുമിച്ചാണ്, രണ്ടും കൂട്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 2800 സൗദി റിയാൽ മുതൽ 4600 സൗദി റിയാൽ വരെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഒരു മാസം മിനിമം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ. അതിൽ നിങ്ങൾക്ക് പെട്രോൾ അലവൻസോ അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളോ നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങൾ വണ്ടി ഓടിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.
ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ മാസം 26-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. 26-ാം തീയതിയാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് താല്പര്യമുള്ള, യോഗ്യതയുള്ള, ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള, യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക.